ജെറി ഞാൻ വന്നിട്ടോ. പ്രിയ ആ നീ റെഡിയായോ? ആ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, അന്നയ്ക്കൊരു ചുരിദാറ്, ജെറിക്കൊരു ഷർട്ട്. അന്ന നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തേ? എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ ഇത് പോയി ചോദിക്കാനും നിൽക്കണ്ട കേട്ടോ. ചിലപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചുമ്മാ ചുമ്മാതല്ല, അത് വനിച്ചിട്ടാ. ഒന്ന് പോയേ, വിട്ടേ, സമയമില്ല, പോ. സമയമില്ല അല്ലേ? അന്ന, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഞാനാണ് വിളിച്ചു നോക്കട്ടെ. ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എങ്കിൽ നമ്മളോട് പറയില്ലേ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അബുവിനെ വിളിച്ച് ചോദിക്കാം. ഹലോ. ആ അബു, പാർട്ടിയൊക്കെ എന്തായി ഭായി? ജെറി നിന്നെ വിളിച്ചോ? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ? വിളിച്ചിട്ടില്ല അബുവിനെ. ഹലോ ഹലോ, ഇപ്പോൾ ഡയൽ ടോൺ സബ്സ്ക്രൈബ് ചെയ്യാം. 15 ദിവസത്തേക്ക് വെറും 20 രൂപയ്ക്ക്. ശരിയാണ്. സ്പീക്കറിലിട്. ഹലോ, എവിടെയാടാ മനുഷ്യൻ വെറുതെ ടെൻഷൻ അടിച്ചാകെ? ജെറി ഹോസ്പിറ്റലാണോ? അവക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ജെറി? എടാ ഞാനിവിടെ അന്നയുടെ വീട്ടിലാ. പാട്ട് നടക്കും ഇവിടെ. ജെറി എടാ, 15 മിനിറ്റ് ഞാൻ വിളിക്കാം. മതി സംസാരിച്ചു. ഏയ് പ്രിയ, ഒരു ഗിഫ്റ്റ്. ഏയ് അതിനെ നശിപ്പിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തല്ലേ, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വേണ്ട, ഇനി അവിടെ ചെല്ലുമ്പോ റെസ്റ്റോറന്റും ഉണ്ടാവില്ല, വല്ല ബന്ധു വീട്ടിലും പോയി കാണും. ഏയ് പ്രിയ, ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തീർന്നപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവർ ഈ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര് ഈ കൊമ്പ്. എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ.
എന്താ അത്ര ആലോചിക്കാൻ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആ ആ. അവിടെ കിടന്ന് അടിക്കട്ടെ, തുറക്കണ്ട. ശരി. മാധവോ, ഓ ഞങ്ങളാ. എന്തോന്നു? അതുണ്ട്. പോയി തുറക്ക്. പോ. ഹാ, എന്താണ് ഇവിടെ വിളിച്ചു എനക്കില്ലാതെ? പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ കിടന്നു. ഏതായാലും രണ്ടുപേരോടും ഞാൻ വലിയൊരു സോറി പറയാൻ. ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം. ഞങ്ങളാ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. വി ആർ റിയലി ഏയ് സോറി. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് ടയർഡാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. കേറിയിരിക്കും. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടു. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾക്കും ധൃതിയുണ്ട്. നിങ്ങൾ 4 പേരും കൂടെ പ്ലാൻ ചെയ്ത ഔട്ടിങ് നാളെ നമ്മൾ 6 പേരൂടെ നടക്കും. അയ്യോ, നാളെ പറ്റില്ല. നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർക്ക് ഇനി മറ്റന്നാ പ്ലീസ് ചെയ്യാം. നാളെ നമ്മുടെ പാർട്ടിയാ, നിങ്ങൾ ഒന്നും പറയണം. അല്ല, നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അയ്യോ, നാളെ പ്രിയ പ്ലീസ്, ഞങ്ങളുടെ റിക്വസ്റ്റ്. ആ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. രസ, അങ്ങനെ ദാ, ശുദ്ധമായ മുന്തിരി ഉണ്ടാക്കിയതാ. അളിയനൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം മാധവൻ. താങ്ക്സ്. ഹേയ്, ഇതൊന്നും ഇവിടെ ശീലമില്ല. വെറുതെ പോലും വീട്ടിൽ വെക്കാറില്ല. സോറി. ഞാൻ പ്രിയയുടെ ഭാഗത്ത്. ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നോ അത്രയും നല്ലത്. പക്ഷെ എനിക്കൊന്നും ഇത് വേണം. ഇതിപ്പം ഉപയോഗിക്കണ്ട, ഒരു ഗിഫ്റ്റ് അല്ലേ? വില കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. അതാണ് നല്ലത്. ഹാ. അല്ല, അതും നേരെ. ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇത് ഞാൻ അടിച്ചു തീർക്കണം. നമ്മളെ വല്ലാതെ കൊച്ചാക്കി. ഉറപ്പാ ഇച്ചായനും ടെസ്റ്റേച്ചിക്കും ഒക്കെ വല്ലാതായി കാണും. പ്രിയ സ്വന്തം സിസ്റ്ററിനെ പോലെയാണ്. മാധവൻ എന്ന് വെച്ചാൽ 2 ശരീരവും ഒരു മനസ്സുമാണെന്ന് പറഞ്ഞ് ശ്വാസം വിട്ടില്ല. അപ്പോഴത്തേക്കും അല്ല, നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു എന്നാ. എന്തിന്? ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചേ. ഇച്ചായനാണെങ്കിൽ സോറിയും പറഞ്ഞു. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ല. ഉപയോഗിക്കാത്ത ഒരാള്. അല്ല, അത് പോട്ടെ, വിട്ടേക്ക്. വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പിന്നെന്തുവായിരുന്നു ഇന്ന് രാവിലത്തെ ആവശ്യം? 2 പ്ലാവല അങ്ങോട്ട് വീണെന്നും പറഞ്ഞോണ്ട് ഒരുമാതിരി. നമ്മൾ റിയാക്ട് ചെയ്ത് കുറച്ച് കൂടി പോയി. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഫാമിലി റിയൂണിയൻ ആയിരുന്നല്ലേ. സാരമില്ല, നാളെ ഈവനിങ് നമുക്ക് പോകുമ്പോ കോമൻ സെറ്റ് ചെയ്യാം.